അങ്ങനെയാണ് ടൈറ്റിൽസ് ഉണ്ടാകുന്നത്. അല്ലാതെ ഞാനായിട്ട് ആലോചിച്ചുണ്ടാക്കുന്ന പേരൊന്നുമില്ല. മലയാളത്തില് നായികമാരെല്ലാവരും സംവിധായകൻ ഏറ്റവും കൂടുതൽ വരെ സംഭാവന ചെയ്യാൻ കഴിയുന്ന വ്യക്തിത്വമാണ്. നടിമാരായ കുറേ ശോഭന, പാർവതി, ലിസി, ആനി, നന്ദിനി, അങ്ങനെ ഒരു വലിയ നിര. നടന്മാരാണെങ്കിൽ ബൈജു തുടങ്ങിയ നിര. സംവിധായകരാണെങ്കിൽ ആറുനാഥ്, വിജയ്, ഇവർ ഏറ്റവും കൂടുതൽ ശിഷ്യ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. ഇത് തോന്നുന്നു ആ ശിഷ്യന്മാരുടെ ഭയങ്കരമായ വളർച്ച അഭിമാനം തോന്നും ശരിക്കും. അതിപ്പോഴും നമ്മളായിട്ടൊരു കാരണമായിട്ട് നന്നാകുമ്പോൾ ഓൾവേസ് യു ഫീൽ പ്രൗഡില്ലേ, സ്വാഭാവികമായിട്ട്. ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ക്ലാപ്പ് പോലും എടുക്കാതെ സിനിമയിൽ വന്ന ഒരാളാണ്. ആരുടെയും കീഴിൽ അസിസ്റ്റന്റ് ആവാതെ സിനിമാ സംവിധാനം, അതും വളരെ ചെറുപ്പത്തിൽ 21-22 വയസ്സ് പ്രായമുള്ള സംവിധായകൻ്റെ പേരെ കിട്ടി. ഇന്ന് സിനിമയുടെ ഏറെക്കുറെ 50 വർഷത്തിലെത്തി. ആ തുടക്കം വരുന്നത് എന്ത് തോന്നുന്നു? വളരെ സംതൃപ്തിയാണ്. മിക്സാണ്, അല്ലാതെ ടോട്ടലി ഹാപ്പി എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാത്തിൻ്റെയും മധുരിക്കുന്ന അനുഭവത്തിൻ്റെ പകുതി ചിലപ്പോൾ കയറ്റി കാണും. അത് നമ്മൾ തയ്യാറാണ്. അല്ലല്ല, അങ്ങനെ പറയരുത്. ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായിക്കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് പറയാം. നേരത്തെ ആരും ചോദിച്ചിട്ടുണ്ട് ഈ രസകരമായ ഒരു സംഗതി അവിടെ പറയാം. അവിടെ പറഞ്ഞു തരിക വന്നത്. അതായത് എൻ്റെ പിന്നീട് ദേശീയ പുരസ്കാരം കിട്ടിയ ഒരു സിനിമയാണ് സമാന്തരങ്ങൾ. സമാന്തരങ്ങൾ എന്ന സിനിമ ഞാൻ എടുത്തിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ സ്വാഭാവികമായിട്ട് ഞാനാണ്. എന്നുവെച്ചാൽ എൻ്റെ ഭാര്യയായിരുന്നു പ്രൊഡ്യൂസർ. ഞങ്ങളാ ചിത്രം ചിത്രാഞ്ജലിയിൽ വെച്ച് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഫസ്റ്റ് കോപ്പി കാണുകയാണ്. കണ്ടിട്ട് ഇറങ്ങാൻ നേരത്ത് ചിത്രാഞ്ജലി പുറത്തായിട്ട് ജഗതി ശ്രീകുമാറും മുകേഷും അഭിനയിക്കുന്ന ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അകത്തിരുന്ന സിനിമ കാണുകയാണെന്നുള്ള കാര്യം ജഗതിക്കറിയാം. ജഗതി എൻ്റെ സമകാലം 2 വയസ്സ് മൂത്തതാണ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ ജഗതി 6 വയസ്സുണ്ട്. അന്ന് പോലെ അറിയാം. എടാ പോടാ വിളിക്കുന്ന ബന്ധമാണ്. സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജഗതി ചോദിച്ചാൽ ഇതിൻ്റെ പുതിയ പടം കണ്ടോണ്ടിരിക്കുകയല്ലേ, അതിനൊരു സ്റ്റേറ്റ് അവാർഡിൻ്റെ മണമുണ്ടല്ലേ. അപ്പം എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം, ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് ചോദിച്ചു, എന്താണ് അതൊരു സെൻട്രൽ വുമൻ്റെ അവാർഡാണ് പൊളിക്കുവാൻ എന്ന് ചോദിച്ചതോടെ അവർ ചിരിക്കുകയും ചെയ്ത് വിട്ടു. അങ്ങനെ കാറിനകത്ത് കയറി ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന പഞ്ഞു ചോദിച്ചു, എങ്ങനെയുണ്ട് പടം? ഭാര്യ കെയർഫുള്ളാണ്. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഞാൻ കുഴപ്പമുണ്ടോന്നല്ലേ ചോദിച്ചു, പടം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. പടം കൊള്ളാമെന്ന് തോന്നുന്നു. ജഗതി പറഞ്ഞ് ശരിയാണെന്ന് തോന്നുന്നു. ജഗതി എന്ത് പറഞ്ഞു? ജഗതി പറഞ്ഞില്ലേ വല്ല സ്റ്റേറ്റോട് വല്ല കിട്ടിയിരിക്കുന്നു. ഒരു കാരണമല്ല ഞാൻ വണ്ടി ചവിട്ടിങ്ങ് നിർത്തി. സ്റ്റേറ്റാണ് പടം, സെൻട്രമല്ല എന്താ പടം? ഞാൻ ചോദിക്കും. വണ്ടി നിർത്തി, അവൾ വരണ്ടു പോയി. ഇതിന് 3 നാഷണൽ അവാർഡ് കിട്ടും. സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞ ഒരു വീർന്ന് പറഞ്ഞാൽ 3 നാഷണൽ അവാർഡ് ഇതിന് കിട്ടുമെന്ന് തോന്നുന്നു. അവളൊന്നും വേണ്ടിയില്ല, വണ്ടി വിട്ടു പോയി. നമ്മുടെ അവാർഡ് അനൗൺസ്മെൻറ്റ് വന്നു. എന്നെ ആദ്യം വിളിക്കുന്നത് മുകേഷാണ്. മുകേഷ് പലത്തിനും നിങ്ങളെ ഞാൻ നിങ്ങൾ ആ ചിത്രാഞ്ജലി വെച്ച് പറഞ്ഞതല്ലേ ഈ ചിത്രത്തിന് അവാർഡ് കിട്ടുമെന്ന്. അപ്പോൾ കിട്ടിയല്ലോ, എനിക്ക് കിട്ടി. ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഫാമിലി വെൽഫെയർ, ബെസ്റ്റ് ആക്ടർ ഞാൻ ഷെയറിങ് വിത്ത് സുരേഷ് ഗോപി. അങ്ങനെ ആയിരുന്നില്ല. ഞാൻ എന്തുകൊണ്ടോ അങ്ങനെ ഭയങ്കരമായ സന്തോഷവാനായിട്ട് എനിക്ക് തോന്നിയില്ല. എന്താണ് കാരണം എനിക്കറിയത്തില്ല. ഇത് കഴിഞ്ഞിട്ട് അവാർഡ് വാങ്ങാനായിട്ട് പോകണം നമ്മൾ. അങ്ങനെ 1987 ഞാൻ അവാർഡ് വാങ്ങാൻ ഡൽഹി പോയപ്പോൾ അന്ന് സരോജദേവി ആയിരുന്നു എൻ്റെ ചെയർപേഴ്സൺ. അപ്പോൾ ഞാൻ അജിദാസിൻ്റെ ഒരു ടീഷർട്ട് പെപ്പിയൊക്കെ വെച്ചത് പോകും. 1997 ആയിട്ട് പുറത്തു.
അപ്പോൾ എനിക്കെതിരെ സരോജദേവി ഒരു ടീം നടന്നു വരിക, ജൂറി മെമ്പേഴ്സ്. ആ കൂട്ടത്തിൽ നമ്മുടെ ശങ്കർ മോഹനുണ്ട്, ഈസ് ഡയറക്ടർ ടു ഫെസ്റ്റിവൽസ്. പിന്നെ ശങ്കർ മോഹൻ കണ്ടിട്ട് കൈ എന്നിട്ട് പരിചയപ്പെടുത്തി ആൾക്ക് സരോജദേവിക്ക്, മാഡം ദിസ് ഇസ് ബാലചന്ദ്ര മേനോൻ, ദ മാൻ ഹു പ്ലേഡ് ദ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് റോൾ ഇൻ ദ ഫിലിം എന്ന് പറഞ്ഞ് ഈ സരോജദേവി ലിറ്ററലി എന്നെ അങ്ങ് ഹഗ് ചെയ്തു. ഷീ കനോട്ട് ബിലീവ് ഇറ്റ്, ദാറ്റ് ഓൾഡ് മാൻ ഇൻ ദ ഫിലിം, ഐ കനോട്ട് ബിലീവ് ഇറ്റ്, യു സോ യങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ചൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഇത് എന്നെ ഇവരിങ്ങനെ ശ്ലാഘിക്കുന്ന സമയത്ത് ഈ കൂട്ടത്തിലുള്ളൊരു ഒരാൾ ആയിട്ട് എന്നെ ഇങ്ങനെ പിയേഴ്സിങ് ലുക്ക് നോക്കുന്നു. എനിക്ക് ആ ലുക്ക് ഇത്തിരി ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നി. ഇവർ നടന്ന് മൂവി കഴിഞ്ഞപ്പോഴേക്കും ആ മനുഷ്യൻ എന്നെ കരുപ്പിച്ചു. ഹലോ സർ, മൈ നെയിം ഈസ് ദിസ്, ഹിസ് നെയിം ഈസ് കണ്ടേവാല, ഐ ആം ഫ്രം ബോംബെ ആൻഡ് ഐ വാസ് ജൂറി മെമ്പർ. പിന്നെ പുള്ളി പറഞ്ഞത്, എൻ്റെ മനസ്സിലൊരു ഭാരമുണ്ട്, എനിക്ക് ഒന്ന് ഇറക്കി വയ്ക്കണം, നിങ്ങൾ സഹായിക്കുമോ? എനിക്കൊന്നും മനസ്സിലായില്ല. വേറെ ഇഷ്ടം ഞാൻ സ്റ്റേ ചെയ്യുന്ന ഷോ ഹോട്ടൽ, റൂം നമ്പർ തന്നു, എൻ്റെ റൂം നമ്പർ ഞാൻ പറഞ്ഞു. ഞാൻ കൊണ്ടു നടക്കുകയാണ് ഈ ഭാരം, എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഞാൻ അവിടെ കണ്ടിട്ടുള്ളൂ, ഞാൻ താങ്കളെ അങ്ങോട്ട് വിളിക്കാം. പിരിഞ്ഞു. അവിടുത്തെ ബഹളത്തിലൊക്കെ ഞാൻ വിട്ടുപോയി. അപ്പോൾ അവാർഡ് കഴിഞ്ഞിട്ടെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാൻ നേരത്ത് ഇവർ കാണിക്കുന്ന ഒരു വൃത്തിയേട്, താമസിക്കുന്ന പോലെ ചായ കുടിച്ചതിൻ്റെ ആശ നമ്മൾ കൊണ്ടു, റൂം വാടക മാത്രം സർക്കാർ കൊടുത്തു. അപ്പോൾ ആ ബില്ല് പേ ചെയ്യാനായിട്ട് ഞാൻ ഭാര്യ താഴെ നിൽക്കുന്നു. ഞാൻ നിൽക്കുന്നത് ഇയാളെ ലിഫ്റ്റ് വന്നറിയാം, മിസ്റ്റർ ബാലേന്ദ്രൻ എന്നെ വിളിച്ചില്ലല്ലോ, ഞാൻ പറഞ്ഞ് വിട്ടുപോയതാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് കഥ പറയാം. ഇതാണ് ഹീ ടോൾഡ് മി എ സ്റ്റോറി. ആ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, അവാർഡ് നിശ്ചയം പൂർത്തിയായപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് ഐ വാസ് ദ ബെസ്റ്റ് ആക്ടർ. ദാറ്റ് മീൻസ് ഐ ആം നാട്ട് അലോൺ, ഒറ്റയ്ക്കാണെങ്കിൽ. ആൻഡ് മൈ ഫിലിം വാസ് ദ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ ഇന്ത്യ ആൻഡ് ഐ വാസ് ദ ബെസ്റ്റ് ക്യാരക്ടർ ഓൾസോ. സത്യം. ഈ 3 അവാർഡും ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞ് തീരുമാനം ആകേണ്ട സമയം വന്നപ്പോൾ അതിനകത്ത് ഒരു തിരുമറി നടക്കുകയും ആ തിരുമറിയിൽ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെ നന്നായി തിരുമറിച്ചിട്ടാണ് ഈ രീതിയിൽ മാറിപ്പോയത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സിനിമയിൽ ഒരു ഇതിഹാസമായി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ ഒന്ന് കാണണം. അതുകൊണ്ട് ആ ബിറ്റ് ഒന്ന് വി ക്യാൻ സീ വാട്ട് ഹി സേസ്. ഞാൻ പറഞ്ഞൊരു കാര്യമില്ല, എന്തെങ്കിലും ഒരു കാര്യം I was jury member in the committee of which Sonja Devi was the chief chairman of. Mon Jose, Randy, Pate, Abdulati, and the Riverina. Pate, dear. Rajawala station. Our general hospital. Our hospital in Randy. In Roman and Urban Cat. After seeing the films, then the final decision was to take place. We decided that a film directed by Mr. Balachandra Menon was to be given the award. And that film was so good, performance so good, that we all had come to this conclusion that the same gentleman should be given the Best Actor Award, and the film was Best Feature Film Award. So this is very unusual feature. The 3 awards are given to one film. So when we set for the final discussion, everybody was almost came to this conclusion that 3 awards should be given to Mr. Menon. But then suddenly one
And then there were one of the jury members, and then one or two more persons joined him. They were from, one of them was from Malayalam industry. I was shocked when the award is given to one particular language, and the best awards, 3 awards, why the gentleman is objecting?